الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹങ്ങളുള്ളതും സന്തോഷമുള്ളതും സമാധാനമുള്ളതും ഏത് സമയത്തും സംതൃപ്തിയോടുകൂടെ ജീവിക്കുന്നതുമാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാറുള്ളത്, അനുഭവിക്കാറുള്ളത് വ്യത്യസ്തമായ രീതികളിലാണ്. സന്തോഷത്തോടുകൂടെ ജീവിക്കുമ്പോൾ തന്നെ സങ്കടങ്ങൾ വരുന്ന, സങ്കടക്കടലുകളിൽ കഷ്ടപ്പെടുമ്പോഴും സന്തോഷം കയറി വരുന്ന വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ നമുക്കുണ്ടാകാറുള്ളത്. എല്ലാ കാലത്തും എല്ലാ ദിവസവും എല്ലാ സമയവും എന്റെ വീട്ടിലും എന്റെ കുടുംബത്തിലും എനിക്കും സന്തോഷം മാത്രമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ നിർബന്ധം കാണിക്കരുത്. അതല്ലാത്ത ജീവിത സാഹചര്യങ്ങളെ അറിയാനും അനുഭവിക്കാനും നേരിടാനും തരണം ചെയ്യാനും സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഈമാനിന്റെ ബലം കൊണ്ട് നമുക്ക് സാധ്യമാകണം. കാരണം ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ സമ്മിശ്രമാണ്. സങ്കടങ്ങളുണ്ടാകും, സന്തോഷങ്ങളുള്ളതുപോലെ, പ്രയാസങ്ങളുണ്ടാകും, എളുപ്പങ്ങളുള്ളതുപോലെ, തടസ്സങ്ങളുണ്ടാകും, തുറസ്സുകളുള്ളതുപോലെ. ഇത് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരാശയമാണ്. അതുകൊണ്ട് തന്നെ തടസ്സങ്ങളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾ തടസ്സങ്ങളുടെ മുമ്പിൽ പതറുകയില്ല. പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും കാണുമ്പോൾ അയാൾ തളർന്നു പോവുകയില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ജീവിതം തന്നെ തീർത്തു കളഞ്ഞേക്കാം എന്ന വിവരക്കേടിന് അയാൾ ഒരിക്കലും സന്നദ്ധമാവില്ല. കാരണം അയാൾ ജീവിതത്തിൽ പ്രതിസന്ധികളെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. നമ്മൾ പ്രാർത്ഥിക്കും, എളുപ്പമാകണേ, സുഖം നൽകണേ, സന്തോഷം നൽകണേ, ആരോഗ്യം നൽകണേ, ആഫിയത്ത് നൽകണേ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം. പക്ഷേ അത് മാത്രമല്ല ജീവിതം എന്നൊരു ബോധ്യം, ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആനിൽ 90-ാമത്തെ അധ്യായം സൂറത്ത് ബലദ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്
വവാലിദിൻ വമാ വലദ. അള്ളാഹു ചില കാര്യങ്ങൾ പറഞ്ഞ് സത്യം ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാഹു ഒരു പ്രസ്താവന നടത്തുകയാണ് 4-ാമത്തെ ആയത്തിൽ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. നമുക്കെല്ലാവർക്കും ഇരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ മനപ്പാടമുള്ള പരിശുദ്ധ ഖുർആനിലെ 4 ആയത്തുകളാണ്. വളരെ ചെറിയ 4 ആയത്തുകളാണ്. പക്ഷെ അതിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ആശയങ്ങളും അള്ളാഹു നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന സന്ദേശങ്ങളും വളരെ വലുതാണ്. നമ്മുടെ നിത്യജീവിതത്തോട് വലിയ ബന്ധമുള്ള കാര്യങ്ങളാണ് അള്ളാഹു അവിടെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ ഈ ഇരിക്കുന്ന പല ആളുകളുടെയും മനസ്സിനെ വല്ലാതെ അലട്ടുകയും അലോസരപ്പെടുത്തുകയും അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ പരിഹാരമാണ് അല്ലാഹു അവിടെ പറയുന്നത്. കുടുംബജീവിതം ആളുകൾക്ക് പ്രശ്നങ്ങളായി മാറുക, സാമ്പത്തിക രംഗത്ത് ആളുകൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാവുക, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും പ്രതീക്ഷിച്ചതും ഒന്നും സംഭവിക്കുന്നില്ലെന്നു മാത്രമല്ല, അതിന് നേരെ വിപരീതമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥകളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുക. അള്ളാഹു പറയുന്നത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യം തന്നെയാണ് സത്യമെന്ന്. അള്ളാഹു ഒരു നാടിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. സൂറത്ത് ബലദിലെ അള്ളാഹു പറയുന്ന ബലദ് മക്കയാണ്. മക്ക എന്ന് പറയുന്ന നാട് തന്നെയാണ് സത്യം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മക്കയെ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് അള്ളാഹു ഈ പ്രസ്താവന നടത്തുന്നത്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, താങ്കൾ മുഹമ്മദ് നബിയെ മക്കക്കാരനാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാം, താങ്കൾ ഈ നാട്ടുകാരനാണ്. മക്ക എന്താണ്, മക്കയുടെ ചരിത്രം എന്താണ്, മക്കയുടെ പൂർവ്വകാലം എന്താണ്, വർത്തമാനകാലം എന്താണ്, ഇതെല്ലാം അറിയാവുന്ന ഈ നാട്ടുകാരനാണ് താങ്കൾ. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. അള്ളാഹു മൂന്നാമത് പറയുന്നത് വവാലിദിൻ വമാ വലദ്, ജനിക്കുന്നതും ജനിപ്പിക്കുന്നതുമായ എല്ലാം തന്നെയാണ് സത്യം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. ക്ലേശം അനുഭവിക്കുക എന്ന പരുവത്തിലാണ് അള്ളാഹു മനുഷ്യനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അള്ളാഹു മനുഷ്യനെ പടച്ചത് ത്യാഗം അനുഭവിച്ചാൽ, കഷ്ടപ്പെട്ടാൽ, അത്യധ്വാനം ചെയ്താൽ, കഠിനാധ്വാനം ചെയ്താൽ, പ്രയാസങ്ങളെ തരണം ചെയ്താൽ അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാവുക, അതിലൂടെ വിജയങ്ങൾ ഉണ്ടാവുക, അതിലൂടെ പുരോഗതി ഉണ്ടാവുക എന്ന പ്രകൃതം നൽകിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ ഒരു ദിവസം നേരം പുലർന്നപ്പോ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് എന്റെ വീടിന്റെ മുമ്പിലുള്ള മണൽത്തരികളൊക്കെ സ്വർണമായി മാറട്ടെ എന്ന് പറഞ്ഞാൽ അത്ഭുതം സംഭവിക്കുക, എല്ലാം സ്വർണമായി മാറുക. അങ്ങനെ ഉണ്ടാവില്ല. അതിസമ്പന്നനായ ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, അയാൾ അത്യധ്വാനം ചെയ്തിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ അയാളാണ് ആ സമ്പാദ്യം ഉണ്ടാക്കിയതെങ്കിൽ അതിന്റെ പിന്നിൽ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ നേട്ടങ്ങൾ ലോകത്തുണ്ടാക്കിയിട്ടുണ്ടോ, എവിടെയൊക്കെ ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ, എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ കഠിനാധ്വാനങ്ങളുണ്ട്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. കഷ്ടപ്പെടാതെ, ത്യാഗമനുഭവിക്കാതെ കൈവെള്ളയിലേക്ക് ആകാശത്തുനിന്ന് അത്ഭുതം പോലെ വന്നു വീഴുന്ന വിജയങ്ങൾ ലോകത്ത് അതൊരാൾക്കില്ല. അതിന് മക്ക സാക്ഷിയാണ്, അതിന് മുഹമ്മദ് നബി സാക്ഷിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക, എന്തിനാണ് മക്ക സാക്ഷി നിൽക്കുന്നത്? ഒരിറ്റു വെള്ളം കിട്ടാൻ, സംസം എന്ന അത്ഭുതം. മക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു അത്ഭുതമാണ് സംസം എന്ന് പറയുന്ന ഒരു അത്ഭുതം. ഇപ്പോഴും ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും സഫാ മർവകൾക്കിടയിലെ സഅയ്, വെള്ളമന്വേഷിച്ചുള്ള ഇസ്മാഈലിന്റെ ദാഹശമനത്തിനു വേണ്ടി അലൈഹിസ്സലാം വെള്ളമന്വേഷിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഉമ്മയുടെ, ഹാജറ ബീവിയുടെ നെട്ടോട്ടങ്ങളുടെ ഓർമ്മക്കാണ് സഫാ മർവകൾക്കിടയിൽ വേഗത്തിൽ നമ്മൾ നടക്കുന്നത്. നമ്മൾ അവിടെ നടക്കുമ്പോ ഓടേണ്ട ചില സ്ഥലങ്ങളുണ്ട്, വളരെ വേഗത്തിൽ നടക്കണം. സഫാ കുന്നിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് തിരിച്ചും നടക്കുമ്പോ ഓടേണ്ടുന്ന, വേഗത്തിൽ നടക്കേണ്ടുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയാണ് ഹാജറ ബീവി സഫാ മർവകൾക്കിടയിൽ. അതിനുശേഷമാണ് കാലിട്ടടിക്കുന്നിടത്ത് വെള്ളമുണ്ടാകുന്നത്. ചരിത്രം നമ്മളോട് പറയുന്നത്
അത്ഭുതം സംഭവിക്കുന്നിടത്ത് പോലും അധ്വാനങ്ങൾ ഉണ്ടാകണമെന്നാണ്. ഹാജറ ബീവി കുഞ്ഞിനായിട്ട് ചെന്നപ്പോ അവിടെ ഒരു ചെറിയ ഒരു വെള്ളക്കെട്ട്, അങ്ങനെ അത്ഭുതം സംഭവിക്കാമായിരുന്നു. കുട്ടിക്ക് കുടിക്കാനുള്ള വെള്ളം ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്റെ ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളം ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊരാശ്വാസം അവിടെ ചെല്ലുമ്പോ ഉണ്ടാകാമായിരുന്നു. അങ്ങനെയല്ല, സഫാ മറവുകൾക്കിടയിൽ വെള്ളം അന്വേഷിച്ച് അലഞ്ഞ് ഓടി കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് എന്ന നിലക്കാണ് അള്ളാഹു അത്ഭുതകരമായ രീതിയിൽ സംസമിന്റെ ഉറവയുടെ പുറപ്പെടുവിക്കൽ, അതിന്റെ പുറത്തെടുക്കൽ ഉണ്ടാകുന്നതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. മക്ക എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകൾക്കും സാക്ഷ്യം വഹിച്ച നാടാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹ് എന്ന് നമ്മൾ പറയും. മക്ക വിജയിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കീഴൊതുങ്ങിയ ഒരു ദിവസമുണ്ട്. പക്ഷെ മക്കം ഫത്ഹിന്റെ മുമ്പ് മക്കയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതൊക്കെ അധ്വാനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ത്യാഗങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ചരിത്രമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു പ്രവാചകന് അള്ളാഹുവിന്റെ ദീനിന് ഈ ലോകത്തുണ്ടാകുന്ന വിജയത്തിനു പോലും പ്രതിസന്ധികൾ എന്ന് പറയുന്ന കടമ്പകൾ കടന്നിട്ടാണ് അത് നേടിയെടുക്കാൻ കഴിയുക. ഉഹുദും ഖന്തക്കും ഖൈബറും ബദറും യുദ്ധങ്ങളൊന്നുമില്ലാതെ ഇസ്ലാമിന് വിജയം ഉണ്ടാവുക അങ്ങനെ ആകാമായിരുന്നില്ലേ? ഹുബൈബില്ലാതെ, സുമയ്യ റളിയല്ലാഹു അൻഹ ഇല്ലാതെ, ബിലാൽ റളിയല്ലാഹു അൻഹു ഇല്ലാതെ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇല്ലാതെ, പീഡനങ്ങളില്ലാതെ, പരീക്ഷണങ്ങളില്ലാതെ, ആരും ആരെയും കൊല്ലാതെ, ആർക്കും ആരുടെയും ജീവൻ നഷ്ടപ്പെടാതെ, യുദ്ധങ്ങളില്ലാതെ ഇസ്ലാമിന് സ്വാധീനമുണ്ടാവുക അങ്ങനെ സംഭവിക്കാമായിരുന്നില്ലേ? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. ദുനിയാവിൽ അല്ലാഹുവിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ക്ലേശം അനുഭവിക്കുക, കഷ്ടപ്പെട്ടിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന രീതിയിലാണ് അല്ലാഹു ദുനിയാവിനെ സംവിധാനിച്ചിട്ടുള്ളത്. നമ്മളെക്കാൾ വിവരമുള്ള ഒരാൾ, നമ്മളെക്കാൾ അറിവുള്ള ഒരാൾ, നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ള ഒരാൾ, അതിന്റെ അർത്ഥം അയാൾ നമ്മളെക്കാൾ അധ്വാനിച്ചിട്ടുണ്ട് എന്ന. എന്ത് വിഭവങ്ങളാണെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ അളവിൽ മറ്റൊരാൾക്കുണ്ടെങ്കിൽ അതിന്റെ കൂടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അയാൾ നമ്മളെക്കാൾ കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ട്. അധ്വാനിക്കുമ്പോഴാണ്, കഷ്ടപ്പെടുമ്പോഴാണ്, പണിയെടുക്കുമ്പോഴാണ്, പ്രയാസം നേരിടുമ്പോഴാണ്, ത്യാഗമനുഭവിക്കുമ്പോഴാണ്, നിരന്തരമായി പരിശ്രമിക്കുമ്പോഴാണ് ദുനിയാവിൽ മനുഷ്യർക്ക്, അത് ഭൗതിക ജീവിതത്തിലായിരുന്നാലും ആത്മീയ ജീവിതത്തിലായിരുന്നാലും, ആഖിറത്തിന്റെ കാര്യത്തിലാണെങ്കിലും ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതും പുരോഗതി ഉണ്ടാകുന്നതും വിജയം ഉണ്ടാകുന്നതും എപ്പോഴാണ്? കഷ്ടപ്പെടാൻ തയ്യാറായാൽ മാത്രമാണ്. ഞാൻ ജനിച്ചു വീണ വീട്ടിലെ ദീൻ എന്താണോ അതിങ്ങനെ കണ്ടും കേട്ടു അറിഞ്ഞു അനുസരിച്ച് ഞാൻ ഇങ്ങനെ പോകും, അങ്ങനെ തീരുമാനിക്കരുത്. ഞാൻ ജനിച്ചു വീണ വീട്ടിൽ എന്റെ വാപ്പാന്റെ വിശ്വാസം, എന്റെ വല്യപ്പാന്റെ വിശ്വാസം, എന്റെ തലമുറകളായി ഞങ്ങളുടെയൊക്കെ പാരമ്പര്യം അനുസരിച്ച് ഞങ്ങളുടെ ഈ നാടും മഹല്ലും, ഇവിടുത്തെ ഒരു മഹല്ല് ജമാഅത്തും ഇവിടുത്തെ കമ്മിറ്റി, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകും, അങ്ങനെ തീരുമാനിക്കരുത്. കഷ്ടപ്പെടേണ്ടി വരും. ദീനിന്റെ കാര്യത്തിൽ കഷ്ടപ്പെടേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും. ദുനിയാവിന്റെ കാര്യത്തിൽ കഷ്ടപ്പെടുന്നത് പോലെ, അധ്വാനിക്കുന്നത് പോലെ. എന്റെ ബാപ്പാക്ക് വലിയ സമ്പത്തുണ്ടായി, സമ്പത്തുള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് പോകും എന്ന് നമ്മൾ പറയും. നമ്മളും അധ്വാനിക്കും, നമ്മളും പണിയെടുക്കും, നമ്മളും പരിശ്രമിക്കും, നമ്മളും നിരന്തരമായി അതിന്റെ തുടർച്ചയായി ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഓടും. അതിൽ നിന്നാണ് ദുനിയാവിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. വീട്ടിലിരുന്നാൽ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പടച്ചോന്റെ ചോറ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം ഉണ്ടായിരുന്നു. അതില് അന്നം തരുന്നത് അല്ലാഹുവാണ്. എന്റെ ചോറ് എന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. വായ കീറിയവൻ ആഹാരം നൽകും, ഈ ആശയ പറയുന്നത്. അതുകൊണ്ട് വെറുതെ ഒരാൾ വീട്ടിലിരിക്കാൻ തീരുമാനിക്കുകയാണ്. അന്നം നൽകുന്നത് അല്ലാഹുവാണ്. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ഒരു പാർട്ടുണ്ട്, നമ്മുടെ ഒരു ഭാഗമുണ്ട്, നമ്മുടെ ഒരു അധ്വാനത്തിന്റെ ഒരു നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഒരു റോളുണ്ട്. അത് നിർവഹിച്ചാലാണ് അള്ളാഹു നമുക്കത് നൽകുക. ഉപജീവന മാർഗം, ഒരു
ഏതൊരു ജീവിയും, മനുഷ്യന്റെ കാര്യം മാത്രമല്ല, വമാമിൻ ദാബത്തിൻ ഫിൽ അർദ്, പരിശുദ്ധ ഖുർആനിൽ 11-ാം അധ്യായം സൂറത്ത് ഹൂദിൽ കാണാം. ആളുകൾ ഇങ്ങനെ വലിയ വലിയ പ്ലാനിംഗ് കമ്മീഷനുകൾ, ആസൂത്രണ കമ്മീഷനുകളുണ്ട് എല്ലാ സർക്കാരുകൾക്കും. ഓരോ ഗവൺമെന്റിനും മനുഷ്യന്റെ ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ചും അതിന്റെ ലഭ്യതയെക്കുറിച്ചും അതിന്റെ കമ്മിയെക്കുറിച്ചും വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ചും ദാരിദ്ര്യം ഉണ്ടായേക്കുമോ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ചും ഒക്കെ വലിയ വലിയ ആസൂത്രണ കമ്മീഷനുകളും പ്ലാനിംഗ് കമ്മീഷനുകളൊക്കെ എല്ലാ രാജ്യത്തും ഗവൺമെന്റുകൾക്കൊക്കെ ഉണ്ട്. അല്ലാഹ് പറയുന്ന ഒരു കാര്യം, വമാമിൻ ദാബത്തിൻ ഫിൽ അർദ്, മനുഷ്യൻ മാത്രമല്ല, ഭൂമിയിൽ എന്തൊരു ജീവി ജനിച്ചു വീഴുമ്പോഴും ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിന്റെ ഉപജീവന മാർഗം പടച്ചോനേറ്റിട്ടുണ്ട്. ആരെവിടെ എത്രയായിരം പക്ഷികളാണ് ഒരാസൂത്രണ കമ്മീഷന്റെയും പിൻബലല്ലാണ്ട്, ഒരു സർക്കാരിന്റെയും പ്ലാനിംഗ് ഇല്ലാതെ എത്രയായിരം പക്ഷികളാണ് ലോകത്ത് ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, അത് രാവിലെ വീട്ടിൽ നിന്ന് ഒട്ടിയായി പക്ഷികൾ തിരിച്ചു വരും. ആരും എടുത്തു വെച്ചതോ സൂക്ഷിച്ചു വെച്ചതോ വരും കൊല്ലത്തേക്ക് വരും കാലത്തേക്ക് എന്ന് കരുതി വെച്ചതോ ആയ ഭക്ഷണം കഴിച്ചിട്ടല്ല പക്ഷികളൊന്നും തിരിച്ചു വരുന്നത്. പക്ഷികളടക്കം, ഉറുമ്പുകളടക്കം, പ്രാണികളടക്കം, വമാമിൻ ദാബത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരു ജീവിയുമില്ല ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിന്റെ ഉപജീവന മാർഗം അല്ലാഹു ഒരുക്കിയിട്ടല്ലാതെ. അതിന്റെ ഉത്തരവാദിത്തം പടച്ചോനേറ്റതാണ്. ആര് ജനിച്ചു വീഴുമ്പോഴും അവരുടെ ഉപജീവന മാർഗം. പക്ഷെ അത് അന്വേഷിക്കണം, അത് കണ്ടെത്തണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം, അതിനുവേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കണം. മക്കളുടെ എണ്ണം കുറഞ്ഞാൽ സുഭിക്ഷത ഉണ്ടാവും, കുറെ കുട്ടികളുണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. നമ്മുടെ ധാരണകളാണ്, നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. കുട്ടികളുടെ എണ്ണം കുറയലാണ് ദാരിദ്ര്യം കുറയ്ക്കാനുള്ള മാർഗം എന്ന് വിചാരിച്ചവരൊക്കെ കുട്ടികളുടെ എണ്ണം കൂട്ടിയാൽ സമ്മാനം തരുമെന്ന് പ്രഖ്യാപിക്കുന്ന നാടായി നമ്മുടെ നാട് മാറുകയാണ്. ഞാൻ ചൈനയെക്കുറിച്ചോ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളെക്കുറിച്ചോ അല്ല. പല ആളുകളും നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ എണ്ണം കൂട്ടിയാൽ സമ്മാനം തരാം എന്ന് പ്രഖ്യാപിക്കുന്നവരായി നമ്മുടെ നാട് മാറുകയാണ്. ഒരു കാലത്ത് എന്താ പ്രചരിപ്പിക്കപ്പെട്ടത്? ദാരിദ്ര്യം, വിഭവങ്ങളുടെ കമ്മി, ഭൂമി വികസിക്കുന്നില്ല, കൃഷിപ്പാടങ്ങളൊന്നും വളർന്നു വലുതാകുന്നില്ല, അതുകൊണ്ട് ഭക്ഷണം കമ്മിയാകും, ആഹാരം കുറയും, ആളുകളുടെ എണ്ണം ഇങ്ങനെ പെരുകും, വലിയ പട്ടിണി ഉണ്ടാകും എന്നൊക്കെയാണ് കരുതിയത്. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്, അങ്ങനെയാണ് നമ്മളൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് വലിയ ദാരിദ്ര്യത്തിലേക്കാണ് പോകുന്നത്. എണ്ണം കുറക്കണം, മക്കളുടെ എണ്ണം കുറക്കണം. വലിയ ആസൂത്രണങ്ങളും ആലോചനകളും, നാം രണ്ട് നമുക്കൊന്ന്, നാം രണ്ട് നമുക്ക് രണ്ട്, വലിയ മുദ്രാവാക്യങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ടായി. എന്നിട്ടോ കുട്ടികളുടെ എണ്ണം കുറച്ചവർ കുട്ടികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു കാലം ലോകത്ത് നമ്മളത് നേർക്കുനേരെ കാണാൻ. അള്ളാഹു പറഞ്ഞു, വമാമിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, നിങ്ങൾ ഒരിക്കലും ലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖിൻ, അള്ളാഹു പറഞ്ഞു ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. പരിശുദ്ധ ഖുർആൻ പറയാണ്, എന്തേ പ്രസവം നടത്തിയത്? 2 കുട്ടികളെ പോറ്റാൻ തന്നെ മാർഗം എന്റെ കയ്യിലില്ല, എനിക്ക് ഇതാണ് ജോലി, അതുകൊണ്ട് ഭാര്യന്റെ പ്രസവം നിർത്തി. പ്രസവിക്കാതിരിക്കാൻ ഭാര്യമാർ പറയുന്ന കാരണം, ഒരു കുട്ടി കൂടെ വേണമെന്ന് ഉപ്പ പറയുമ്പോ, ഭർത്താവ് പറയുമ്പോ വേണ്ടെന്നു പറയാൻ സ്ത്രീ പറയുന്ന ന്യായം, ഭാര്യ പറയുന്ന കാരണം, നിങ്ങൾക്ക് വരുമാനം എന്താ? ഒരു കുട്ടിയും കൂടെയായി, 2 കുട്ടിയും കൂടെയായി, 4 കുട്ടിയും കൂടെയായി, എങ്ങനെയാണ് ഇവരൊക്കെ നമ്മൾ നോക്കുക, എങ്ങനെ പഠിപ്പിക്കുക? എന്തുമാത്രം ചെലവാണ് 2 കുട്ടിക്ക് തന്നെ. ആളുകൾ അങ്ങനെ സംസാരിക്കുകയാണ്. ലാ തഖ്തുലൂ ഔലാദകും, എന്നിട്ട് ഗർഭാശയത്തിൽ വെച്ച് ജനിച്ച കുഞ്ഞിനെ നശിപ്പിച്ചു കളയാണ്. ആ കുഞ്ഞുകൂടെ ജനിച്ചാൽ വീട്ടിലെ അന്നം മുടങ്ങും എന്ന് കരുതിയിട്ട് ഗർഭാശയത്തിൽ വെച്ച് മക്കളെ കൊല്ലുന്നവരുടെ നാടാണ് നമ്മുടെ നാട്. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖിൻ, ദാരിദ്ര്യത്തെ ഭയന്നിട്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്. നഹ്നു നർസുഖുകും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കൊക്കെ റിസ്ക് തരുന്നത് നാമാണ്. 2 കുട്ടിയും ഒരു ഉപ്പയുമ്മയുണ്ടെങ്കിൽ ആ വീട്ടിൽ സുഭിക്ഷത. മക്കൾ 4 ആയാൽ, മക്കൾ 6 ആയാൽ, മക്കൾ 8 ആയാൽ അത് ദാരിദ്ര്യത്തിലേക്ക് പോകുമെന്നത് നമ്മുടെ ധാരണയാണ്, നമ്മുടെ വിചാരങ്ങളാണ്, നമ്മുടെ വിലയിരുത്തലുകളാണ്. നിങ്ങൾ അധ്വാനിച്ചാൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ പരിശ്രമിച്ചാൽ, നിങ്ങൾ പണിയെടുത്താൽ, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, ക്ലേശം അനുഭവിച്ചാൽ നേട്ടമുണ്ടാക്കാനാവുക എന്ന രീതിയിലാണ് അള്ളാഹു ദുനിയാവിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തു പുരോഗതി ആഗ്രഹിക്കുന്നവർ, ഏത് മേഖലയിൽ നേട്ടം ആഗ്രഹിക്കുന്നവർ, വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരെ അധ്വാനിക്കാൻ കൂടി തയ്യാറാകണം.
ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ കഷ്ടപ്പാട് അനുഭവിക്കാൻ കൂടി സന്നദ്ധമാകണം. വലിയ വലിയ ലക്ഷ്യങ്ങളിലെത്തണം. സ്വപ്നങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് അവിടേക്ക് എത്തണമെന്ന് വിചാരിക്കുന്നവർ, ആ സ്വപ്നങ്ങളിലെത്താൻ അവരുടെ ഭാഗത്തുനിന്ന് വലിയ അധ്വാനങ്ങളും കൂടെ ഉണ്ടാകണം. ആഗ്രഹങ്ങൾ മാത്രമല്ല, സ്വപ്നങ്ങൾ മാത്രമല്ല, പ്രതീക്ഷകൾ മാത്രമല്ല, എന്തും പ്രതീക്ഷിക്കാം. എത്ര വലുതും സ്വപ്നം കാണാം. അത്രയേറെ അധ്വാനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അത്രയേറെ കഷ്ടപ്പാടുകൾ സഹിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിനുവേണ്ടിയുള്ള ത്യാഗങ്ങൾ എന്താണോ അത് ഏറ്റെടുക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്കുണ്ടാകണം. അതാണ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ദുനിയാവിലും പരലോകത്തും ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകാൻ, പുരോഗതി ഉണ്ടാകാൻ, നേട്ടങ്ങൾ ഉണ്ടാകാൻ, വളർച്ചയുണ്ടാകാൻ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനങ്ങളാണ്, പരിശ്രമങ്ങളാണ്. ഞാനത് ദുനിയാവിന്റെ കാര്യത്തിൽ ഏറെക്കുറെ നമ്മൾ അതൊക്കെ നിർവഹിക്കും. ദീനിന്റെ കാര്യത്തിലും അധ്വാനിക്കാനും പണിയെടുക്കാനും പരിശ്രമിക്കാനും കഷ്ടപ്പെടാനും പാരത്രിക വിജയത്തിനു വേണ്ടി കൂടി അധ്വാനിക്കാനും പണിയെടുക്കാനും പരിശ്രമിക്കാനും കഷ്ടപ്പെടാനും നാം തയ്യാറാകണം എന്നൊരാശയമാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്. രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ കഠിനാധ്വാനം ചെയ്യുന്നു. അതെന്തിനാണ്? അയാളുടെ ദുനിയാവുമായി ബന്ധപ്പെട്ടാണ്. ദുനിയാവുമായി ബന്ധപ്പെട്ട് എത്ര മണിക്കൂറുകളാണ്? അസഹനീയമായ ചൂടാണ്, അസഹ്യമായ ചൂടാണ്. ആളുകൾ അതിങ്ങനെ, നമ്മൾ ദൂരെ നിന്നിട്ട് ചൂട് അനുഭവിക്കുന്ന ആളുകളുടെ, പുറത്ത് പണിയെടുക്കുന്ന ആളുകളുടെ അവസ്ഥ കാണുമ്പോ നമുക്ക് വലിയ പ്രയാസം തോന്നും. അത്ര വലിയ കഷ്ടപ്പാടും ചൂടുമാണ് ആളുകൾ ഏൽക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇത്ര ആളുകൾ ചൂട് അനുഭവിക്കുന്നത്? അയാൾ ജീവിക്കാൻ വേണ്ടിയാണ്, ദുനിയാവിനു വേണ്ടിയാണ്, മക്കളെ പോറ്റാനാണ്, കുടുംബം പോറ്റാനാണ്. ഞാൻ പറയുന്നത് ദുനിയാവിന്റെ അതുപോലെ പാരത്രിക ജീവിതത്തിനു വേണ്ടിയും അധ്വാനിക്കണം. കഷ്ടപ്പെടുമ്പോഴാണ് പരലോകത്തും വിജയം ഉണ്ടാകുക. ആ കഷ്ടപ്പാടെന്ന് പറയുന്നത് നിസ്കാരത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് മാത്രമല്ല. ദീനിന്റെ മാർഗത്തിലുള്ള അധ്വാനങ്ങൾ ഉണ്ടാകണം. അത് ദീൻ അറിയാനാണെങ്കിലും, ദീന് പഠിക്കാനാണെങ്കിലും, ദീന് പ്രചരിപ്പിക്കാനാണെങ്കിലും, പഠിക്കാനും അറിയാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും ദീനുമായി ബന്ധപ്പെട്ട അധ്വാനങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് പാരത്രിക ജീവിതത്തിലെ വിജയം കൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. അല്ലാഹു ഇരു ലോകങ്ങളിലും വിജയം വരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ, മഹാഭാഗ്യവാന്മാരിൽ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരികയും ചെയ്യുമാറാകും. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 7-ാമത്തെ ആയത്ത്, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലൈൻ ശക്കർത്തും, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ, ലഅസീദന്നക്കും, അല്ലാഹു അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. വലഇൻ കഫർത്തും, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ കഠിനമായിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭൂമിലോകത്ത് ജനിച്ചു വീഴുന്നത് മുതൽ അത് അനുഭവിക്കുന്നവരാണ്, അത് ആസ്വദിക്കുന്നവരാണ്. അത് കുടിക്കുന്ന വെള്ളമാണെങ്കിലും, ശ്വസിക്കുന്ന വായുവാണെങ്കിലും, കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും, ജീവിതത്തിന്റെ ഓരോ അളവിലും ഓരോ അണുവിലും അള്ളാഹുവിന്റെ അനുഗ്രഹം അനുഭവിക്കുന്നവരാണെന്നാണ്. ഭിന്നശേഷിക്കാരനായ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഭിന്നശേഷിക്കാരനായ ഒരാളെ കാണുമ്പോ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ എന്ന് മാത്രമല്ല, അതിന്റെ ബാക്കി അല്ലദീ ആഫാനി മിമ്മബ്തല, താങ്കൾക്ക് അള്ളാഹു നൽകിയൊരു പരീക്ഷണം, ആ കാര്യത്തിൽ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാ. കണ്ണില്ലാത്ത ഒരാളെ കാണുമ്പോൾ, കൈകാലുകളിൽ പരീക്ഷിക്കപ്പെട്ട ഒരാളെ കാണുമ്പോൾ
മറ്റേതെങ്കിലും നിലക്ക് ഭിന്നശേഷിക്കാരനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ഓർത്ത് റബ്ബിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കണം, അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അള്ളാഹുവിനെ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഇൻ ശകർതും ലഅസീദന്നകും. എന്താ കയ്യിലുള്ളത്? അതിന് നന്ദി കാണിക്കാനുള്ള മനസ്സുണ്ടോ? അത് വലുതാക്കുന്നത് അള്ളാഹ് ഏറ്റെടുത്തു. എന്താ കിട്ടിയത്? ആ കിട്ടിയതിൽ പടച്ചോനോട് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടോ? അതിന്റെ അളവ് കൂട്ടുന്നത് പടച്ചോൻ ഏറ്റെടുത്തു. ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചല്ല അസീദന്നകും. അറബി ഭാഷ പഠിക്കണം നമ്മൾ. ഞങ്ങൾക്ക് കൂട്ടിത്തരും അങ്ങനെയല്ല പറയുന്നത്. അതിൽ രണ്ടക്ഷരമുണ്ട്. ലഅസീദന്നകും എന്ന് പറയുന്നിടത്ത് രണ്ടക്ഷരം ഏറുണ്ട്. ഈ അർത്ഥം കൂടാതെ ഞങ്ങൾക്ക് കൂട്ടിത്തരും എന്ന് പറയുന്നതിനേക്കാൾ ഈ പറയുന്ന ആശയത്തെ ബലപ്പെടുത്തുന്ന രണ്ടക്ഷരങ്ങൾ. അതൊന്ന് അതിന്റെ തുടക്കത്തിലുള്ള ല എന്ന അക്ഷരാണ്. തറപ്പിച്ചു പറയാൻ, ഉറപ്പിച്ചു പറയാൻ, ബലപ്പെടുത്തി പറയാൻ, നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അതിനാണ് ലഅസീദന്നകും. ആ നൂനിന്റെ ശബ്ദം തുടക്കത്തിലുള്ള ലാമും ലഅസീദന്നകും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരിക തന്നെ ചെയ്യും. നിങ്ങൾ എന്തു വേണം? ലഇൻ ശകർതും, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ. വലയിൻ കഫർത്തും, നിഷേധമാണെങ്കിൽ ഇന്നാദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ കഠിനമാണ്. വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ, കുടിവെള്ളം വലിയ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ വീട്ടുകാർ, ചൂട്, അസഹനീയമായ ചൂടുകൊണ്ട് രാവാണെങ്കിലും പകലാണെങ്കിലും ഉറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ. അല്ലാഹ് പറയാണ് ഇന്ന അദാബി, എന്റെ ശിക്ഷ ലശദീദ്, വളരെ കഠിനമാണ്. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ 6:30 മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക നമസ്കാരം നമ്മുടെ പള്ളിയുടെ കീഴിൽ എമിറേറ്റ്സ് ഗ്രൗണ്ടിൽ വെച്ച് നിർവഹിക്കപ്പെടുകയാണ്. കഴിയുന്ന അത്രയും ആള്, വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടുന്ന വളരെ ചെറിയ സമയം കൊണ്ട് നിർവഹിക്കാവുന്ന വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്താണത്. എല്ലാവരുടെയും കുടുംബസമേതമുള്ള പങ്കാളിത്തവും സാന്നിധ്യവും അതിൽ ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, നന്ദി നിങ്ങൾ കാണിച്ചാൽ ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നന്ദികേടാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് നമ്മുടെ ഉമ്മയോടൊപ്പം, വാപ്പയോടൊപ്പം, സ്വർഗത്തിൽ നമ്മുടെ മക്കളോടൊപ്പം, ഇണകളോടൊപ്പം സ്വർഗാവകാശികളായി ഒത്തുകൂടാൻ അള്ളാഹു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വെള്ളിയാഴ്ചകളിൽ നമ്മളോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറയാറുള്ളത് രോഗികളാണ്. ഇന്ന് നമ്മൾ രോഗികളല്ല. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പള്ളിയിലേക്ക് അപേക്ഷയും അഭ്യർത്ഥനയും ഫോൺ കോളും പോകും. സഹോദരങ്ങളെ, രോഗം വലിയ പരീക്ഷണമാണ്. പടച്ചോന്റെ അടുക്കുന്നുണ്ടാകുന്ന ശാരീരികമായ വേദനകളെക്കാളേറെ രോഗം തളർത്തുക മനുഷ്യന്റെ മനസ്സിനെയാണ്. എല്ലാം ഇല്ലാതാകുന്നു, ഞാൻ അവസാനിക്കുന്നു, എന്റെ കാലം കഴിയുന്നു, ഞാൻ മടങ്ങുന്നു, മരണമടുക്കുന്നു, ഇതൊക്കെയുള്ള വിളിച്ചു പറയലുകളാണ് രോഗം ഒരു മനുഷ്യനോട് നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. രോഗം അനുഭവിക്കുന്ന ആളുകളെ സന്ദർശിക്കണമെന്ന് റസൂൽ പറഞ്ഞില്ലേ? ആശ്വാസം കിട്ടാനാണ്. ഒരുപാട് നിരന്തരം കാണുന്ന ആളുകളെ കാണാതെ ആകുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, തനിച്ചൊരിടത്തിരിക്കുമ്പോൾ ഒരുപാട് വിചാരങ്ങള്, വേവലാതികൾ, അസ്വസ്ഥതകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നു പറഞ്ഞത്. പരലോകത്ത് വരുമ്പോ അള്ളാഹ് പറയും, ഞാൻ രോഗിയായിരുന്നു, എനിക്ക് രോഗം വന്നു, വലിയ പ്രയാസത്തിലായിരുന്നു, എന്റെ അടുത്ത് നീ വന്നില്ല. അപ്പൊ മനുഷ്യൻ ചോദിക്കും, രാജാതിരാജനായ റബ്ബേ, നിനക്ക് രോഗമുണ്ടാവുകയോ? അള്ളാഹു അതിന് പറയുന്ന മറുപടി, ഇന്ന നാട്ടിൽ ഇന്നാലിന്ന മനുഷ്യന്റെ മകൻ, ഇന്നയാൾ നിന്റെ കൂട്ടുകാരൻ, നിന്റെ കുടുംബക്കാരൻ, നിന്റെ കൂടെ ജീവിച്ചവൻ, കൂടെ പ്രവർത്തിച്ചവൻ, നിനക്ക് പരിചയമുള്ളവൻ, നിന്റെ അടുത്ത് ബന്ധമുള്ളവൻ, അയാൾ രോഗിയായിരുന്നു, അയാളെ നീ സന്ദർശിച്ചില്ല. അയാളെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ, രോഗിയായി കിടക്കുന്ന ഒരാളല്ലേ,
അയാളെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എന്നെ സന്ദർശിക്കുന്നതിന് തുല്യമാകുമായിരുന്നു. രോഗിന്റെ അടുത്ത് പോകുമ്പോ അള്ളാന്റെ അടുത്തേക്കാ പോകുന്നത്. അത് അള്ളാന്റെ റസൂലിന്റെ പ്രയോഗമാണ്. നിങ്ങളൊരു രോഗിന്റെ വീട്ടുപടിക്കൽ ചെന്ന് അവിടെ ബെല്ലടിക്കുമ്പോ, പടി കയറി ചെല്ലുമ്പോ, അവിടെ നിങ്ങൾ ഒരല്പം ചെലവഴിക്കുമ്പോ പടച്ചോന്റെ കൂടെയാണ് ചെലവഴിക്കുന്നത്. ഇത് അള്ളാന്റെ അധ്യാപനാണ്. ആ രീതിയിൽ തന്നെ രോഗികളെ നമ്മൾ പരിഗണിക്കണം, പരിചരിക്കണം. അത് വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അയൽപക്കത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ രോഗിക്ക് ആശ്വാസം നൽകുന്ന വലിയ കാര്യങ്ങളിൽ ഒന്ന് സന്ദർശനമാണെങ്കിൽ മറ്റൊന്ന് പ്രാർത്ഥനയാണ്. രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. രോഗിയുടെ അഭാവത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മുടെയൊക്കെ പള്ളിയൊക്കെ ആയി ബന്ധമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് രോഗമാണ്, അല്ലെങ്കിൽ അവർക്ക് രോഗമാണ്, പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ രോഗികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ എല്ലാം രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും രോഗം കാരണം പ്രയാസം അനുഭവിക്കുന്നവർ അള്ളാഹു അവർക്ക് എളുപ്പവും സൗഖ്യവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന്, മാരകമായ രോഗം കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, ഇണകളോടൊപ്പം സ്വർഗാവകാശികളാകാൻ, നമ്മുടെ മക്കളോടൊപ്പം കുടുംബസമേതം സ്വർഗത്തിലെത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാൻ, ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.